അവരെ അവിടെയുള്ള ഒരു ബേസ്മെന്റിൽ പൂട്ടിയിടും. അവരവിടെ കിടന്ന് ബഹളം വെക്കുമെങ്കിലും ഒരു കാര്യവും ഉണ്ടാവില്ല. പ്രേരണ ഇതെല്ലാം കണ്ടുകൊണ്ട് പുറത്ത് നിൽപ്പുണ്ട്. പക്ഷേ അവൾക്ക് പ്രതികരിക്കാനാവില്ല. ബേസ്മെന്റിൽ കിടക്കുമ്പോൾ അവർക്ക് മനസ്സിലാകും പ്രേരണയും അവളെപ്പോലെ ഇവിടെ പെട്ടുപോയ ഒരു പെൺകുട്ടിയാണെന്ന്. രക്ഷപ്പെടാൻ അവരൊരു ശ്രമം നടത്തി നോക്കുമെങ്കിലും അത് സക്സസ് ആവില്ല. അവരെ നല്ല രീതിയിൽ തല്ലിച്ചതച്ചിട്ട് കെട്ടിയിടും. പോലെയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വന്ന് അവരെ ടോർച്ചർ ചെയ്യുന്നുമുണ്ട്. ഈ സമയം അനുജയുടെ ഫിയാൻസി അവളെ അന്വേഷിച്ച് അവളുടെ വീട്ടിലേക്ക് വരുന്നുണ്ട്. നേഹയുടെ ചേട്ടനും അപ്പോൾ തന്നെ അവിടേക്ക് വരും. അവൻ ആള് കുറച്ച് കലിപ്പനാണ്. അനുജയുടെ കൂട്ടുകൂടിയിട്ടാണ് നേഹയും ചീത്തയായി പോയതെന്നൊക്കെ പറഞ്ഞ് അവർ തമ്മിൽ വഴക്കുണ്ടാക്കും. ഈ സമയം അനുജ അവിടെ രക്ഷപ്പെടാൻ ഒരു വഴി കണ്ടുപിടിക്കും. ആ റൂമിലുണ്ടായിരുന്ന ഒരു ചെറിയ ഹോളിൽ കൂടി അവർ പുറത്തേക്ക് പോകും. അപ്പോഴേക്കും നേഹയുടെ ചേട്ടൻ ആ വീടിന്റെ അഡ്രസ് ഒക്കെ തപ്പിയെടുത്ത് അവിടേക്ക് വരും. പക്ഷെ ബോല അവിടെ ആരും വന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് കൺവിൻസ് ആക്കി അയാളെ തിരിച്ചുവിടാൻ നോക്കും. തിരിച്ചു പോകാൻ പോയ ചേട്ടൻ നേഹയുടെ കീ ചെയിൻ കണ്ട് വീണ്ടും മടങ്ങി വരും. രക്ഷപ്പെട്ടു വന്ന നേഹ അവളുടെ ചേട്ടനെ കാണുന്ന ടൈമിൽ തന്നെ അവനെ കൊല്ലും. അതുപോലെ നേഹയെ അവര് പിടികൂടുകയും ചെയ്യും. അനുജ ഈ സമയം ആ ഷെഡിൽ കെട്ടിയിട്ടിരുന്ന ആളെ രക്ഷപ്പെടുത്താൻ വേണ്ടി പോകും. അനുജ അയാളെ രക്ഷപ്പെടുത്താൻ നോക്കുമെങ്കിലും അവൾക്ക് അതിന് സാധിക്കില്ല. അവിടുന്ന് ഓടിപ്പോകാൻ വേണ്ടി മാക്സിമം അനുജ ശ്രമിക്കുമെങ്കിലും ഘൻശ്യാം അവളെ പിടികൂടും. എന്നിട്ട് അവരെ രണ്ടുപേരെയും രണ്ട് റൂമുകളിലായി പൂട്ടിയിടും.